ഇന്നത്തെ റെസിപ്പി നമ്മൾ ചിക്കൻ കറിയുടെയൊക്കെ ടേസ്റ്റ് തോന്നിക്കുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ കടല ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ കടല നമുക്ക് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു കപ്പ് കടല കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു അര വലിയ ഉള്ളി, അര തക്കാളി, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ആദ്യം നമുക്ക് കടല ഒന്ന് വേവിച്ചെടുക്കാം. കടലേനെ കവർ ചെയ്യുന്നത്ര വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 വിസിൽ കൊടുത്തിട്ട് കടല ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ പെരുംജീരകം, അര ടീസ്പൂൺ കുരുമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ചതച്ചിട്ട് ചേർത്തിട്ട് നമുക്കതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വഴറ്റുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു വെല്ലുള്ളിയും ഒരു 2 പച്ചമുളകും കൂടി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ വഴറ്റാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതിനകത്തുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റാം. നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് തക്കാളി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ കടല നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ കറിക്ക് നല്ല തിക്നെസ് ആയിരിക്കും. കാരണം തേങ്ങ കൂട്ടാതെയാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. കൂടാതെ നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഈ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരച്ചിട്ട് വരാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഈ പാത്രത്തിലോട്ട് ചേർത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അരച്ചെടുത്ത കടല, പേസ്റ്റാക്കി വെച്ച കടലയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കടലയൊക്കെ നല്ല മസാലയിൽ മിക്സ് ആവുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഗ്രേവിയൊക്കെ തിക്കാവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തുറന്ന് തന്നെ കുക്ക് ചെയ്താൽ മതി. ഇനി അവസാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ ഗ്രേവി ഒന്ന് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി. ഏകദേശം ഒരു ചിക്കൻ കറിയുടെ ഫ്ലേവറൊക്കെയാണ് ഈ കടലക്കറിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.